ഹലോ. സാധാരണയായി ചക്കട തയ്യാറാക്കുമ്പോൾ പൊടിയും ശർക്കരയും തേങ്ങയും ചക്കയും എല്ലാം കുഴച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി ചക്കട തയ്യാറാക്കുകയാണ്. എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഗോതമ്പ് പൊടിയിലാണ് ചക്കട തയ്യാറാക്കുന്നത്. നമുക്ക് നല്ല പഴുത്ത ചക്ക, അതിലേക്ക് 2 ഏലക്കായ ചേർത്ത് നല്ല മയത്തിൽ അരച്ചെടുത്ത് നല്ല ഗോതമ്പ് പൊടിയിലേക്ക് ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 6 അട നമുക്ക് കിട്ടും. അപ്പോൾ ഗോതമ്പ് പൊടിയിലേക്ക് ചേർത്ത് കുഴയ്ക്കണം. ഈ സമയത്ത് അല്പം ഉപ്പ് കൂടി ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം. ഇനി ഇതിനാവശ്യമായ ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. തേങ്ങയിലേക്ക് ശർക്കര, ഏലക്കായ, ജീരകപ്പൊടി എന്നിവ ചേർത്ത് അല്പം നെയ്യും ചേർത്ത് നന്നായി കുഴച്ചെടുക്കണം. ഇനി മാവ് നന്നായി നല്ല മയത്തിൽ തന്നെ കുഴച്ചെടുക്കാം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചൂടുവെള്ളം ചേർക്കാം. ഇനി ഇലയിലേക്ക് നമ്മൾ ഓരോ ഉരുളകളെടുത്ത് നല്ല നൈസായി പരത്തിയെടുക്കണം. അല്പം വെള്ളം കയ്യിൽ തൊട്ടുകൊണ്ട് പരത്തിയെടുക്കാം. ചക്കയുള്ളത് കൊണ്ട് വെള്ളം ആവശ്യം വരില്ല. എന്നാലും ആവശ്യമെങ്കിൽ വെള്ളത്തിൽ തൊട്ട് നമുക്ക് അട പരത്തിയെടുക്കാം. ഇനി ഇതിൽ നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന തേങ്ങ ശർക്കര ഫില്ലിംഗ് ഇതിലേക്ക് വയ്ക്കാം. എല്ലാ അടയും ഇതുപോലെ തയ്യാറാക്കി നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ ആവിയിലാണ് പുഴുങ്ങിയെടുക്കുന്നത്. ഇതുപോലെ ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല നൈസായ അടയാണ്. ഒരു 25 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അട വെന്ത് കിട്ടുന്നതാണ്. വളരെ നല്ല നൈസായ അട, നല്ല അടിപൊളി ടേസ്റ്റ് നമുക്ക് കിട്ടും. ചക്കയുടെ മണത്തോടു കൂടിയ അട. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു ഫ്രണ്ട്സ്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.